ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് പാതായിക്കര കോരനാത്ത് പുത്തം വീട്ടിൽ നാരായണൻ നായരുടെ വീട്ടിലാണ്. അദ്ദേഹം പഴയ ഹവിൽദാറായിരുന്നു. പട്ടാളത്തിൽ നിന്നൊക്കെ പിരിഞ്ഞു വന്നിട്ട് ഉള്ള ആളായിരുന്നു. അയാളുടെ ഭാര്യ മാധവി അമ്മ രണ്ടാളും മരിച്ചുപോയി. അപ്പോൾ അവരെ വീടൊക്കെ ഇങ്ങനെ മക്കളൊക്കെ വേറെ പേരായിട്ടിയപ്പോൾ ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. പഴയ ഒരു തറവാടാണ്. പത്തായോ ഒക്കെ ഉള്ള വീടാണ്. പത്തായങ്ങളും പറയപ്പെടുന്ന വലിയൊരു വീട്ടാണ്. തുള്ളലൊക്കെ നടക്കുന്ന വീടാണ്. മക്കളൊക്കെ വേറെ പേരായിട്ടപ്പോൾ ഇതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന വീടാണ്. പണ്ട് പാതാക്കര മന കഴിഞ്ഞാൽ പിന്നെ ഒരു കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വീടാണ്. പഴയ പണ്ട് കാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ ആദ്യം മനക്കിലൊക്കെ ആയിരുന്നു കാറുണ്ടായിരുന്നത്. കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു കാറുണ്ടായിരുന്നു. ഈ ഒടിഞ്ഞ് പൊളിഞ്ഞ ഈ മണ്ട റോട്ടിൽ കൂടെ കാർ കൊണ്ടൊക്കെ വന്നിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ ഈ വഴിക്കുള്ള റോഡൊക്കെ വെട്ടാൻ വലിയ ശ്രമം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പഴയ ആൾക്കാർക്കൊക്കെ അറിയപ്പെട്ടുണ്ടാവും. ഇതാണ് അദ്ദേഹം. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ. വലിയൊരു പത്തായൊക്കെ ഉണ്ട്. പക്ഷെ പത്തായ ഇരുട്ടാവുണ്ട്. രണ്ട് പത്തായ ഉണ്ട്. പിന്നെ ലൈറ്റ് ഉണ്ടാവും, ഇത്രയൊക്കെ കാണാനുള്ളൂ. ഇരുട്ട് മൂടിക്കിടക്കൊണ്ട് ഇവിടുത്തെ പത്തായം നേരെ കാണാൻ കഴിയുന്നില്ല. 2 നിലയുള്ള വീട്. ഇങ്ങനെ ഒരു വീട് ഇപ്പൊ ഇവിടെ പാതാക്കര ഇവിടെ ഇല്ലടാ. ഇതിന്റെ മേലിട്ട് ഒന്നേ ഇവിടെ 4 അറണ്ട്, അല്ല 3 അറ. അത് കഴിഞ്ഞാ പിന്നെ ഒന്നിച്ചൊന്നാ. അതിന്റെ അപ്പുറത്തെ അടുക്കളുണ്ട്. ഭയങ്കര വീടാണത്. ഞങ്ങൾ 19 ആള് ജീവിച്ച സ്ഥലമാണത്. 19 ആള് താമസിച്ചിരുന്ന വീടാണെന്ന് പറയപ്പെടുന്നത്. പണ്ട് ഞങ്ങൾ 19 അച്ഛനും അമ്മയും മക്കളും ഒക്കെ പാടെ 19 ആൾക്കാർ. അതിൽ കുറേ ആൾക്കാർ പട്ടാളത്തിലും ബാക്കിയുള്ള മക്കൾ പോലീസിലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതങ്ങോട്ട് മുകളിലേക്ക് കയറാനുള്ള കോണി മുകളിൽ വീട്. നമുക്കിന്ന് മുകളിലേക്ക് കയറി നോക്കാം. അവിടെ എന്താണെന്ന് അറിയണ്ടേ? പ്രേക്ഷകർ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്താണ് മുകളിലെ തട്ടുംപുറം കാണിച്ചു തരാത്തത് ഒരു സംശയം ഉണ്ടാവും. ആൾ താമസം ഇല്ലാത്തതുകൊണ്ടേ ഇരുട്ടുമാണ്. ഇരുട്ടാണ് ഇവിടെ, വെളിച്ചല്ല. അവിടുത്തെ ഒരു റൂം ഉണ്ടോ? ആൾ താമസമില്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വൈദ്യുതി കേമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ കൂടുതൽ കാണിച്ചാൽ അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും സാധ്യമല്ല. ഞാൻ എല്ലാം ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുക. അതൊക്കെ ഇങ്ങോട്ട് പറയേ. എടുക്കണ്ടേ? അതൊക്കെ കുട്ടികൾ ഞമ്മടെ ഒരു മകള് ഉണ്ട് ഇവിടെ. അത് എടുത്തോ. എത്രാമത്തെ മകളാ? 3ാമത്തെ. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മകളാണ്. ഇപ്പോഴത്തെ ഈ തറവാട്ടത്തിന് അപ്പുറത്ത് വേറെ വീടൊക്കെ വെച്ചിട്ട് താമസിക്കുകയാണ്. സ്വസ്ഥം ഗൃഹഭരണമാണ്. ദിവസേന ഇവിടെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് കാണുന്നു, അവിടെയാണ് പാമ്പങ്കാവ് ഉള്ളത്. ഇപ്പോൾ കുറേ വർഷങ്ങളായി തുള്ളൽ നടന്നിട്ട്. ഇപ്പുറത്ത് നല്ലൊരു അമ്പലം വേറെ ഉണ്ട്. എല്ലാം കൊണ്ടും ഇപ്പോഴും ഒരു പഴയ തറവാട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
65 കൊല്ലം. ആ 65 കൊല്ലമായിട്ടുണ്ടാവുമെന്നാണ് പറയണത്. താമസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ചില തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു താറാണ്ട ഉണ്ട്. അതൊരു കരിങ്കുട്ടിത്താറ. ആ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ പാതാക്കനെ കുറിച്ചിട്ടും ഇയാളൊരു മകൻ പോലീസുകാരൻ പെരുന്തമണ്ണയൊക്കെ ഉണ്ടായിരുന്നു. വാസുദേവൻ എന്നാണ് പേര്. SI ആയിട്ട് പെരുന്തമണ്ണെന്ന് എവിടെ നിന്നാണ് പെൻഷനായത് അറിയപ്പെടുന്ന ആളാണ്. അതെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.